إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدًا أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا ومكروا مكرا كبارا وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوك ونسرا. أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ഒരു മുത്തഖിയായി ജീവിച്ച് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരു മുവഹിദായി കൊണ്ട് മരണപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള പരിശ്രമം ജീവിതത്തിലെമ്പാടും ഉണ്ടാകണമെന്ന് ഏറെ ഗൗരവത്തോടുകൂടി ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും ഖുതുബകളിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകൾക്ക്, പാപങ്ങൾക്ക്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മുടെ ജീവിതത്തെ അതെങ്ങനെ സ്വാധീനിക്കുന്നു, ഒരു സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന നിലക്ക് അത് നമ്മളെ എത്രത്തോളം ബാധിക്കുന്നുവെന്നും, വ്യക്തിപരമായിക്കൊണ്ട് ഒരാളുടെ ഹൃദയത്തിൽ അത് എത്രത്തോളം വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്നും, എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്ന വിഷയത്തിൽ ഇബാദത്തുകളിൽ ഒരാളെ എങ്ങനെയാണ് അയാളുടെ പാപങ്ങൾ തടുക്കുന്നത് എന്നും, ഇബാദത്തുകളിലേക്ക്, ഹസനാത്തുകളിലേക്ക് അയാൾക്ക് അയാളുടെ തെറ്റുകൾ ഒരു മറയായി വീഴുന്നത് എന്നുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തെറ്റുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മളാരും അറിഞ്ഞുകൊണ്ട് ഇന്ന തെറ്റ് ഞാൻ ചെയ്യണം,
എനിക്ക് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കണം, എനിക്ക് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കണം എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി അത് ചെയ്യണമെന്ന നീയത്തിൽ ഉറച്ച് അള്ളാഹുവിനെതിരിൽ പ്രവർത്തിക്കാൻ, അതൊന്നല്ല പലപ്പോഴും തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ നീയത്ത് അതൊന്നല്ല. പലപ്പോഴും സാഹചര്യത്തിൻ്റെ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട്, പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും തെറ്റുകൾക്ക് ആ ഒരു ഗൗരവം കാണാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ ആ പരലോകത്തിലും നരകത്തിലും സ്വർഗത്തിലുമൊക്കെ ഉള്ള ഒരു വിശ്വാസം ഹൃദയത്തിൽ ആഴത്തിലേക്ക് പതിക്കാത്തത് കൊണ്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തെറ്റിലേക്കുള്ള എല്ലാ വാതിലുകളെയും ജീവിതത്തിൽ നിന്ന് കൊട്ടിയടക്കുക എന്നുള്ളത് തന്നെയാണ്. അതല്ലാതെ നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ നന്മകളിൽ ഏർപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ തിന്മകളെ സൂക്ഷിക്കുമ്പോൾ, ഒരിക്കലും നമ്മൾ മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന ഒരു ധാരണ നമുക്ക് വേണം. നമ്മളെ എങ്ങനെയെങ്കിലും നരകത്തിൻ്റെ വക്കിലെത്തിക്കാൻ, അവിടെ നിന്ന് നരകത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്ലീസും അവൻ്റെ കൂട്ടാളികളും നിരന്തരമായിക്കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നസീബം മഫ്റൂദ, എൻ്റെ വിഹിതവുമായിക്കൊണ്ട് ഞാൻ നാളെ നരകത്തിലേക്ക് പോകുമെന്ന് അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇബ്ലീസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് അവിടെ നിന്ന് മടങ്ങുന്ന ഒരു രംഗം നമുക്ക് ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരിടയും കൊടുക്കാതെ പരമാവധി തിന്മയിലേക്ക് പോകാൻ സാധ്യതയുള്ള, ഒരുപക്ഷെ നമ്മൾ നിലവിൽ ഹലാലിലായിരിക്കും ഉണ്ടാവുക, അനുവദനീയമായ വിഷയങ്ങളായിരിക്കും, എന്നാൽ പോലും അതിരൽപ്പം അതിര് കവിഞ്ഞാൽ അത് തിന്മയിലേക്ക് എത്തിക്കുന്ന ഒരു വിഷയമാണ് എങ്കിൽ അതിൻ്റെ വാതിലുകൾ പൂർണ്ണമായും കൊട്ടിയടക്കുന്ന ഒരു സ്വഭാവമായിരിക്കണം ഒരു മുഅ്മിനിനുണ്ടാകേണ്ടത്. നോക്കൂ, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ 71-ാം അധ്യായം സൂറത്ത് നൂഹിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ്. നമുക്കറിയാവുന്നതുപോലെ ഷിർക്ക് ആദ്യമായി കടന്നു വന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിലാണ്. അതുവരെ ജീവിച്ചിരുന്ന മനുഷ്യന്മാരെല്ലാം, തലമുറകൾ വന്നുപോയ മനുഷ്യന്മാരെല്ലാവരും തൗഹീദിലായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ ആദ്യം നമ്മളിവിടെ ഓതി വെച്ച സൂറത്ത് നൂഹിലെ ആയത്തുകൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, ഖാല നൂഹു റബ്ബി ഇന്നഹും അസൗനി, അള്ളാഹു ഈ ജനത എന്നോട് അനുസരണക്കേട് കാണിച്ചു, ഞാൻ പറയുന്നത് ഇവർ അനുസരിക്കുന്നില്ല. വത്തബഉ, അവർ പിന്തുടരുന്നത് ആരെയാണ്? സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും സ്വാധീനങ്ങൾ കൊണ്ടും അധികാരങ്ങൾ കൊണ്ടുമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളെ മാത്രമാണ് ഇവർ പിന്തുടരുന്നത്. ഇവർ അധികാരങ്ങളും സമ്പത്തുമൊക്കെയാണ് റബ്ബെ നോക്കിപ്പോകുന്നത്, അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതിനുശേഷം വമക്കറു മക്റൻ കുബ്ബാറ, അവിടുത്തെ മുശ്രിക്കുകളായ അവിശ്വാസികളായ ആളുകൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നമുക്കറിയാം 950 വർഷത്തോളം ആ ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്ത വ്യക്തിയാണ്. നോക്കൂ, അവിടുന്ന് ആ ആളുകൾ അവർക്കെതിരെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരെ പ്ലാൻ ചെയ്ത തന്ത്രങ്ങൾ ധാരാളമായിക്കൊണ്ട് ആയത്തിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അവിടെ അവർ ദുഅഫാകളായ, ദുർബലരായ തൻ്റെ ജനതയോട്, അഥവാ ആ സമൂഹത്തിലെ ഉന്നതന്മാരായ ആളുകൾ, മുശ്രിക്കുകളായിരുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തള്ളി പറഞ്ഞ ആളുകൾ ദുർബലരായ ജനങ്ങളോട് പറഞ്ഞു ഒരു വർത്തമാനം, ഖാലു ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ നൂഹ് പറഞ്ഞത് കേട്ടിട്ട് അലൈഹിസ്സലാം നിങ്ങൾ അതൊന്നും കേട്ടിട്ട് നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ ഒഴിവാക്കി കളയരുത്. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊക വനസ്ര, ഈ പറഞ്ഞ ആളുകൾ, ഈ പറഞ്ഞ വിഗ്രഹങ്ങൾ, ഈ പറഞ്ഞ അവരുടെ ഇലാഹുകൾ, ഇവരെ ഒന്നും നിങ്ങൾ ഒഴിവാക്കി കളയരുത് എന്ന് ആ കൂട്ടത്തിലെ സ്വാധീനമുള്ള ആളുകൾ തൻ്റെ കീഴിലുള്ള ദുഅഫാകളായ ദുർബലരായ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഈ പറയപ്പെട്ട ആളുകളുടെ, ഇവരുടെ ഇലാഹുകളുടെ ചരിത്രം ഇമാം തബരി റഹ്മഹുല്ലാ, അതുപോലെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ അവരുടെ തഫ്സീറുകളിൽ വിശാലമായി കൊണ്ട് വിശദീകരിക്കുന്നു. ആദ്യം തന്നെ എടുത്തു പറഞ്ഞൊരു വിഷയം എന്ന് പറയുന്നത്, കാന ബൈന ആദമ വനൂഹിൻ 10 ഖുറൂനിൻ കുല്ലുഹും അലൽ ഇസ്ലാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ എടുത്താൽ ഏകദേശം 10ഓളം തലമുറകൾ അതിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാവരും ഇസ്ലാമിലായിരുന്ന ആളുകൾ തന്നെയായിരുന്നു, അവരെല്ലാവരും മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെയായിരുന്നു. നോക്കൂ, ഈ പറയപ്പെട്ട ആളുകൾ വദ്, സുവാ, യഊസ്, ഈ പറയപ്പെട്ട ആളുകളെല്ലാവരും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചില വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ ഇവിടെ വദ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് തന്നെ
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായ ഷീഫ് അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പേരായിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ ഇത് വളരെ സ്വഹീഹായ ഒരു സംഭവമല്ല. ഇസ്രായേലിയാത്തുകളായതുകൊണ്ട് അതൊരു സ്വഹീഹായ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ആ വിഷയത്തിലുണ്ട്. എന്നിരുന്നാലും ബാക്കി പറയപ്പെട്ട യഊസ്, യഊക്ക് എന്നിവരൊക്കെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ് എന്നും ഷീഫ് അലൈഹിസ്സലാമിൻ്റെ മക്കളാണ് എന്നും ഒക്കെയുള്ള വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ. ഇവരെല്ലാവരും നല്ല മുസ്ലിമീങ്ങളായിരുന്ന ആളുകളായിരുന്നു. ഈ പറയപ്പെട്ട ആളുകൾ വദ്, സുവാ എന്ന് ആ ലിസ്റ്റിലെടുത്ത് പറഞ്ഞ സൂറത്ത് നൂഹിൽ പറയപ്പെട്ട ആളുകളൊക്കെ നല്ല മുഅ്മിനുകളായ മുസ്ലിമീങ്ങളായ ആളുകളായിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളുകളെ മാതൃകാ പുരുഷന്മാരായിക്കൊണ്ടാണ് ജനങ്ങൾ കണ്ടിരുന്നത് എന്നാണ്. മാതൃകാ പുരുഷന്മാർ, അവരെ കണ്ടാൽ അവരെ അനുധാവനം ചെയ്യുന്ന രൂപത്തിൽ, അവരെ ഇത്തിബാ ചെയ്യുന്ന രൂപത്തിൽ അവർ നല്ല മുസ്ലിമീങ്ങളായിരുന്നത് കൊണ്ട് അവരെ ഒരു റോൾ മോഡലാക്കിക്കൊണ്ട് തൻ്റെ മക്കളോട് അവരെ കണ്ടു പഠിക്കാൻ, അവർ ഇബാദത്തുകൾ ചെയ്യുന്ന രൂപത്തിൽ അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനൊക്കെ മക്കളോട് ആവശ്യപ്പെടുകയും അവരാ രൂപത്തിലൊരു മാതൃകയാക്കി കണ്ടിരുന്ന ആളുകളാണ് ഇവരെല്ലാവരും. പിന്നെ എന്താണ് സംഭവിച്ചത് നോക്കൂ നിങ്ങൾ. വകാന ലഹും അത്ബാഉൻ യഖ്തദൂന ബിഹിം വകാനു ഉബ്ബാദൻ. ഈ പറയപ്പെട്ട ആളുകളൊക്കെ നല്ല ഉബ്ബാദുകൾ, നല്ലതായി ഇബാദത്തുകൾ ചെയ്യുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു. ഇവർക്കൊക്കെ മാതൃകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ കൂട്ടത്തിലൊരാൾ, ആ മാതൃകാ പുരുഷന്മാരിൽ ഒരാൾ മരണപ്പെട്ടു. ചരിത്രത്തിൽ കാണാം, വദ് എന്ന മഹാനായ ആ വ്യക്തി മരണപ്പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചത്? ഫമാത വാഹിദും മിൻഹും, അവരിൽ നിന്നൊരാൾ മരണപ്പെട്ടു. ഫഹസിനു അലൈഹി വജസിഉ അലൈഹി, ഈ ആളുകളെല്ലാവരും ധാരാളമായിക്കൊണ്ട് തടിച്ചുകൂടുകയും ആ മരിച്ചുപോയ വ്യക്തിയുടെ മയ്യത്തിൻ്റെ ചുറ്റും തടിച്ചുകൂടുകയും വല്ലാതെ പ്രയാസപ്പെട്ട് കരയുകയും ചെയ്തു. ദിവസങ്ങളോളം അവരുടെ പ്രയാസങ്ങൾ നീണ്ടു നിന്നു. കാരണം തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നല്ല സ്വാലിഹായ ഒരു വ്യക്തി, നല്ല ഇബാദത്തുകളൊക്കെ ചെയ്തിരുന്ന, കുടുംബബന്ധം ചേർക്കുന്ന, ജനങ്ങളോട് നന്മ കൽപ്പിച്ചിരുന്ന നല്ല വ്യക്തിത്വങ്ങൾ, അള്ളാഹുവിൻ്റെ അഖ്റബീങ്ങൾ, നല്ല ആളുകൾ, അവർ മരണപ്പെട്ടപ്പോൾ, അതിലൊരാൾ മരണപ്പെട്ടപ്പോൾ ഇവർക്ക് വല്ലാത്ത വിഷമമായി, ഹൃദയത്തിൽ വല്ലാത്ത നോവുണ്ടാക്കി. അവരതിൻ്റെ പേരിൽ വല്ലാതെ വിഷമിച്ചിരുന്നു. ഈ സമയം ഫലമ്മ റഅ ഇബ്ലീസു ജസഅഹും അലൈഹി, ഈ ഒരു വിഷമം ഇബ്ലീസ് നോക്കിക്കണ്ടു. ഇബ്ലീസ് നോക്കുമ്പോൾ ഇവർ വല്ലാതെ ഈ വിഷയത്തിൽ, അവർ മരണപ്പെട്ടു പോയതിൽ വല്ലാതെ പ്രയാസപ്പെടുന്നു, വല്ലാതെ സങ്കടപ്പെടുന്നു. അങ്ങനെ ഇബ്ലീസ് എന്ത് ചെയ്തു? നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, നല്ല ഒരു ചാൻസ്, അവസരം അവിടെ കണ്ടു. അങ്ങനെ ഇബ്ലീസ് വന്നു. തശബ്ബഹ ഫീ സൂറത്തി ഇൻസാനിൻ, ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഇബ്ലീസ് അവർക്കിടയിലേക്ക് വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, സുമ്മ ഖാല ഇന്നി അറാ ജസഅഹും അലാ ഹാദിഹി റജുൽ, ഈ ഒരു മനുഷ്യന്റെ മരണത്തിൽ നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്കിടയിൽ ജീവിച്ച സ്വാലിഹായ ഒരു വ്യക്തിയാണ്. ആ മരണം നിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ ഫഹൽ ലക്കും അൻ ഉസവ്വിറ ലക്കും മിസ്ലഹു ഫയകൂനു ഫീ നാദീകും ഫതദ്കുറൂൻ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ വ്യക്തിയെ നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ, ഇപ്പം മരണപ്പെട്ടല്ലോ, നിങ്ങൾക്കിടയിൽ ജീവനോടുകൂടിയില്ല, ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഉസവ്വിറ ലക്കും മിസ്ലഹു, അതുപോലെ ഒരു ചിത്രം, അവരുടെ ഒരു ഫോട്ടോ വരച്ച് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരാം. എന്ത് ചെയ്യാം? ഫയകൂന ഫീ നാദീകും ഫതദ്കുറൂന, അത് നിങ്ങളിരിക്കുന്ന അങ്ങാടികളിലും, നിങ്ങൾ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്ന സ്ഥലങ്ങളിലും, ജംഗ്ഷനുകളിലും ഒക്കെ എന്ത് ചെയ്യുക, ഇതുപോലെ ഫോട്ടോ ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ എന്ത് ചെയ്യും? ഫതദ്കുറൂനഹു, നിങ്ങൾക്ക് അദ്ദേഹത്തെ ഓർമ്മ വരും. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും? അദ്ദേഹം വലിയ ഇബാദത്തുകളൊക്കെ ചെയ്തിരുന്ന വ്യക്തിയാണ്, അദ്ദേഹം മരണപ്പെട്ടു പോയല്ലേ, അപ്പോൾ നമ്മളും ഇബാദത്തുകളിലൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലോ. അപ്പം അങ്ങനെ വരാൻ വേണ്ടി എന്ത് ചെയ്യാം, ഞാൻ അതുപോലെ ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു. ഇല്ലേ, എന്തിനു വേണ്ടിയാണ് ഇബ്ലീസ് അവിടെ ആ ആളുകൾ അദ്ദേഹത്തെ മറന്നു പോകാതിരിക്കാൻ, അവരുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണോ? നോക്കൂ, ഇബ്ലീസിന്റെ വാചകങ്ങളുണ്ട്. അന ഉസവ്വിറു ലക്കും മിസ്ലു ഇദാ നദർതും ഇലൈഹി ദക്കർതുമു, അതിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അദ്ദേഹത്തെ ഓർമ്മ വരും. അപ്പോൾ ഒരു നല്ല നസീഹത്തോടുകൂടി, അല്ലേ, വളരെ ഗുണകാംക്ഷയോടുകൂടി ആളുകൾക്ക് നന്മയുണ്ടാകണം, ആളുകളെ ഇബാദത്തിൽ മുമ്പോട്ട് വരണമെന്ന നീയത്തിലാണോ ഇബ്ലീസ് യഥാർത്ഥത്തിലൂടെ സംസാരിക്കുന്നത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന രംഗങ്ങൾ സൂറത്തുൽ അറാഫിന്റെ ആദ്യ ഭാഗത്ത് വിശദീകരിക്കുന്നിടത്ത് ഇബ്ലീസ് ആദം നബിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്താ? ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ,
ഗുണകാംക്ഷ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വന്നൊരു വ്യക്തി മാത്രമാണ് ഞാനെന്നാണ് ഇബ്ലീസ് അവിടെ പറയുന്നത്. ഫദല്ലാഹുമാ ബിഗുറൂർ, അങ്ങനെ പറഞ്ഞ് തന്ത്രപരമായിക്കൊണ്ട് വഞ്ചിച്ചാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവിടെ നിന്ന് പുറത്താക്കിയത് എന്ന്. എന്നിരിക്കട്ടെ, ഈ ഒരു സംഭവം അവിടെ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം, അത് അങ്ങാടികളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെയായി പ്രദർശിപ്പിക്കപ്പെടുന്നു. ആളുകൾ അദ്ദേഹത്തെ കാണുന്നു, പെട്ടെന്ന് ഇബാദത്തുകൾ ഓർമ്മ വരുന്നു, അദ്ദേഹത്തിൻ്റെ ചരിത്രം ഓർമ്മ വരുന്നു. മക്കളൊക്കെ കാണിച്ചു കൊടുക്കുന്നു, കണ്ടോ ഇന്ന വ്യക്തി ഇത് ആരായിരുന്നെന്നറിയുമോ? എൻ്റെ വാപ്പ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതാണ്, വലിയ ഇബാദായിരുന്നു, ഒരുപാട് ഇബാദത്തുകളൊക്കെ ചെയ്തിരുന്നു, അദ്ദേഹത്തെ പോലെയൊക്കെ നമ്മൾ ആവണം, അങ്ങനെ ഓർക്കാൻ വേണ്ടി. അങ്ങനെ എന്ത് സംഭവിച്ചു? സുമ്മ മാത ആഖർ, ആ കൂട്ടത്തിൽ നല്ല വ്യക്തിത്വങ്ങളിൽപ്പെട്ട വദ്ദു സുവാഇ, അതിൽപ്പെട്ട വേറൊരാളും എന്ത് ചെയ്തു? മരണപ്പെട്ടു. അപ്പൊ ഇബ്ലീസ് എന്ത് ചെയ്തു? ഇതേ തന്ത്രം അവിടെ പ്രയോഗിച്ചു. ഫസവ്വറഹു ഹത്താ മാതു കുല്ലുഹും ഫസവ്വറഹു, ഇതേ തന്ത്രം പ്രയോഗിച്ചു. അതുപോലെ അയാളുടെ ഒരു ഫോട്ടോ, അയാളുടെ ഒരു ചിത്രം, അങ്ങനെ ആ കൂട്ടത്തിലുള്ള സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ മരണപ്പെടുന്ന സമയത്ത് അവരുടെ ഒക്കെ ചിത്രങ്ങൾ എന്ത് ചെയ്തു? ഇബ്ലീസ് ആ ആളുകളിലേക്ക് മനുഷ്യരൂപത്തിൽ ചെന്നുകൊണ്ട് ഇതൊക്കെ ഞാൻ റെഡിയാക്കി തരാം, ഒരു ചിത്രം നമുക്ക് റെഡിയാക്കാം, അവിടെ അങ്ങാടികളിൽ അവിടെ ഇവിടെയൊക്കെ റെഡിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ആ ആളുകൾക്കിടയിൽ ഇങ്ങനെ നടന്നു. ഓരോ ആളുകളും മരണപ്പെടുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചത്? കാലങ്ങൾക്ക് ശേഷം ജനങ്ങൾ തന്നെ അത് ഏറ്റെടുത്തു. ജനങ്ങളത് ഏറ്റെടുത്തു. എന്താ സംഭവം? തഫ്സീർ തബരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫലമ്മ മാതു, പിന്നീട് ആളുകൾ മരണപ്പെടുന്ന സമയത്ത്, സ്വാലിഹീങ്ങളായ ആളുകൾ മരണപ്പെടുന്ന സമയത്ത്, ഖാല അസ്ഹാബുഹും, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അല്ലദീ കാനൂ യഖ്തദൂന ബിഹിം, ഈ മാതൃകാ പുരുഷന്മാരെ കണ്ട് അവരുടെ ഇബാദത്തുകളൊക്കെ കണ്ട് വല്ലാതെ അത്ഭുതപ്പെട്ടിരുന്ന ഈ ആളുകൾ തന്നെ എന്തു പറയാൻ തുടങ്ങി? ലൗ സവ്വർനാഹും കാന അശ്വഖ ലനാ ഇലൽ ഇബാദ്, നമുക്കെന്ത് ചെയ്യാം? ഈ വ്യക്തിയുടെ ഒരു മരണപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ഒരു ചടങ്ങ് പോലെ അവരുടെ പിന്നിലുണ്ടായിരുന്ന ആളുകൾ സംസാരിക്കുന്നു. അപ്പം നമ്മൾ ഫോട്ടോ ഉണ്ടാക്കല്ലേ, ചിത്രം ഉണ്ടാക്കല്ലേ, പിന്നെ അവിടെ ഇബ്ലീസിന്റെ ആവശ്യം വന്നില്ല. ആളുകൾ അത് ഏറ്റെടുത്തു. എന്തിനു വേണ്ടി? കാന അശ്വഖ ലനാ ഇലൽ ഇബാദത്ത്, എന്തിനു വേണ്ടിയാണ്? ഫോട്ടോ വെക്കാൻ വേണ്ടിയല്ല, ഫോട്ടോ വെക്കാൻ വേണ്ടിയില്ല. എന്തിനാ? അശ്വഖ ലനാ, നമുക്കൊരു ആവേശം കിട്ടാൻ. ഇവരൊക്കെ കാണുമ്പോൾ, ഇവരുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ അങ്ങാടികളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ആവേശം, ഇബാദത്തുകളൊക്കെ ചെയ്യാൻ ഒരു ആവേശം. അത് പിന്നെ ഇബ്ലീസ് ചെയ്യേണ്ടി വന്നില്ല, അത് ആളുകൾ ഏറ്റെടുത്തു. അസ്ഹാബുഹും ഇദാ ദക്കർനാഹും, എന്തിനു വേണ്ടി? ഒരൊറ്റ ഉദ്ദേശമുള്ള ഈ ആളുകളെ കാണുക, ഇബാദത്തുകൾ ഓർമ്മ വരിക എന്നത് മാത്രം. നോക്ക്, യഥാർത്ഥത്തിൽ ഇബ്ലീസിന്റെ തന്ത്രങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നിലവിൽ ഇബ്ലീസ് ചെയ്തത് ആളുകൾ അവരെ ഓർക്കുകയും ഇബാദത്തുകളിൽ അശ്വഖ ലനാ, ആവേശം കൊള്ളാനും വേണ്ടിയാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് കൽപ്പിക്കാത്ത ഒരു കാര്യത്തെ നിസ്സാരമാക്കി കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, അതിൻ്റെ ഭവിഷ്യത്തുകൾ അതെവിടെയാണ് ചെന്ന് അവസാനിച്ചതെന്ന് നോക്കുക. ഇബ്ലീസ് അങ്ങനെ അവരെ ഒബ്സർവ് ചെയ്യാൻ, അവരെങ്ങനെ വീക്ഷിക്കാൻ, എത്രത്തോളം ഇവര് അതിലിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുമെന്ന് ഇങ്ങനെ കണ്ടു. ഫലമ്മാ റഅ മാ ബിഹിം മിൻ ദിക്രി, എത്രത്തോളം അവര് ആ മനുഷ്യന്മാരെ ഓർക്കുന്നുണ്ട് എന്നിങ്ങനെ ഇബ്ലീസ് വീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ഫോട്ടോ ഇല്ലാത്തപ്പോൾ, ആ ചിത്രങ്ങൾ കാണാത്തപ്പോൾ എത്രത്തോളം അവരെ മറന്നു കളയുന്നു, ആ ഫോട്ടോ അവർക്ക്, ആ ചിത്രം അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നൊക്കെ ഇബ്ലീസ് മനസ്സിലാക്കി. പിന്നീടുള്ള ഇബ്ലീസിന്റെ അടുത്ത തന്ത്രം എന്ന് പറയുന്നത്, ലമ്മ തതാവലത്തിൽ ഉഹൂദ് വൽ അസ്മാൻ, പിന്നീട് കാലങ്ങൾ ഇങ്ങനെ ധാരാളമായി കൊണ്ട് കഴിഞ്ഞുപോയി. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ചിത്രങ്ങൾക്ക് ചെറിയ കേടുപാടുകളും നാശങ്ങളും സംഭവിച്ചു. കാരണം മഴ പെയ്യുന്നു, അതുപോലെ അതൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഈ ചിത്രങ്ങൾ ചെറുതായി കേടുപാട് സംഭവിക്കുന്നു, അത് കാണുമ്പോൾ ഒരു ഭംഗിയില്ലാതെയാകുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ ഇബ്ലീസ് എന്ത് ചെയ്തു? ജഅലു തിൽക സൂറ തമാഥീല മുജസ്സദതൻ ലിയകൂന അസ്ബത ലഹാ. അപ്പൊ ഇബ്ലീസ് ആ ആളുകളുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഈ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ നശിച്ചു പോവല്ലേ, ഇപ്പം എന്താ ചെയ്യുക? അവരുടെ ചിത്രങ്ങൾ ഇങ്ങനെ മോശമായി പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആളുകൾക്ക് അവരുടെ മുഖമൊന്നും ഓർമ്മയില്ലല്ലോ, പിന്നെ ആരെ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കുക? നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു പ്രതിമ ഉണ്ടാക്കിയാലോ, അല്ലേ? നമുക്കൊരു 3D ഫിഗർ ആക്കിയാലോ? അപ്പം അതിങ്ങനെ മഴ പെയ്താലും കല്ലിലിങ്ങനെ കൊത്തി ഒരു ശില്പം പോലെ ഉണ്ടാക്കി വെക്കാം. അതിപ്പോൾ ഈ ചിത്രങ്ങൾ നശിക്കുന്നത് പോലെ നശിക്കൂലല്ലോ. അതാണ് ജഅലൂ തിൽക സൂറ, അതേ ചിത്രത്തെ നമുക്ക് എന്തു ചെയ്യാം? തമാഥീല മുജസ്സദതൻ, എന്തിനു വേണ്ടി? ലിയകൂന അസ്ബത ലഹാ, അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. കല്ലിൽ കൊത്തിവെച്ചൊരു സ്തൂപാണെങ്കിൽ അത് നശിച്ചൊന്നും പോകില്ലല്ലോ. ഈ ചിത്രങ്ങൾ പോലെ പിന്നീട് അത് കേടുവരിക, വെയിലൊന്നും കൊള്ളുമ്പോൾ മഴയൊന്നും കൊള്ളുമ്പോൾ പ്രശ്നം ഉണ്ടാവാതിരിക്കുക, അതിങ്ങനെ ജംഗ്ഷനിലൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ ആളുകൾ കാണുമ്പോൾ അവർക്ക് അവരെ ഓർമ്മ വരും, ഇബാദത്തുകളിൽ മുന്നേറാൻ. അപ്പോൾ ആളുകൾ അതിനൊക്കെയാണ്. അങ്ങനെ ഇബ്ലീസ് എന്ത് ചെയ്തു? ഖാല ഹൽ ലക്കും അൻ അജ്അല ഫീ മൻസിലി കുല്ലി വാഹിദിൻ മിൻകും,
അങ്ങനെ ആളുകൾ ആ പ്രതിമയെയും ആ ഒരു സ്തൂപത്തെയും ഒക്കെ വല്ലാതെ ഏറ്റെടുക്കുന്നത് ഇബ്ലീസിന് മനസ്സിലായി. ഇവർക്ക് വല്ലാതെ പ്രിയപ്പെട്ടു ഈ സാധനം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഇബ്ലീസ് ആളുകളുടെ ഇടയിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ ജംഗ്ഷനിലും ആൾ കൂടുന്ന സ്ഥലത്തൊക്കെ വരുമ്പോഴാണല്ലോ നമ്മളിത് കാണുന്നത് അല്ലേ, അപ്പോഴല്ലേ കാണുള്ളൂ. അപ്പോഴൊക്കെ മതിയോ നമുക്ക് തഖ്വയൊക്കെ? അള്ളാഹിനെ സൂക്ഷിക്കുകയും ഇബാദത്തുകൾ മുന്നേറാനുമൊക്കെ ആ ഒരു ജംഗ്ഷനിൽ വരുന്ന സമയത്ത് 4 ആൾ കൂടുന്ന സ്ഥലത്തൊക്കെ ഉള്ള പബ്ലിക്കിലിരിക്കുന്ന ഒരു പ്രതിമ, അത് മതിയോ നിങ്ങൾക്ക്? അപ്പോഴൊക്കെ മതിയോ ഇബാദത്തുകൾ? എന്തു ചെയ്യാം? ഹല്ലക്കും അൻ അജ്അല ഫീ മൻസിലി കുല്ലി വാഹിദിൻ. ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഓരോ പ്രതിമ ഉണ്ടെങ്കിൽ എന്ത് ഉഷാറായിരിക്കും. നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് എന്ത് ചെയ്യും? ഈ പ്രതിമകൾ ഇങ്ങനെ കാണും, ഈ സ്തൂപങ്ങളും രൂപങ്ങളും ഇങ്ങനെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ജംഗ്ഷനിൽ മാത്രം പോരല്ലോ, നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതിരിക്കട്ടെ, ഞാൻ റെഡിയാക്കി തരാം. ഇവിടെ എല്ലാവരുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കുട്ടികളൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ലെങ്കിലോ, സ്ത്രീകളൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ലെങ്കിലോ, അവർക്കൊക്കെ ഇത് വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ആ കുടുംബം മുഴുവൻ ആ ഒരു രൂപം, ആ ഒരു സ്തൂപം കാണുമ്പോൾ അവരെ ഓർമ്മ വരും, അവരുടെ ചരിത്രം ഓർമ്മ വരും. അവരൊക്കെ അല്ലാഹുവിനെ ഇങ്ങനെ ഇബാദത്ത് ചെയ്യട്ടെ. പിന്നീട് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, വഅദ്റക അബ്നാഉഹും വദറസ അംറു ദിക്രിഹിം ഇയ്യാഹു. അങ്ങനെ ഒരുപാട് തലമുറകൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. മക്കൾ വന്നു, അവരുടെ മക്കൾ വന്നു, ഒരുപാട് തലമുറകൾ ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളുമൊക്കെ അവരിൽ കുറഞ്ഞു. സ്വാഭാവികമാണല്ലോ. ഓരോ തലമുറകൾ കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇൽമിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇൽമ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൽമിങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആളുകൾ ഇൽമെടുക്കുന്ന വിഷയത്തിലൊക്കെ വലിയ മടി കാണിക്കുകയാണ്. എന്നിട്ടോ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് പോലെ പല കാര്യങ്ങളും മറഞ്ഞുപോയി, പല വിവരങ്ങളും ആളുകളിൽ നിന്ന് എടുക്കപ്പെട്ടു, പല ആളുകളെയും മറന്നുപോയി, പല കാരണങ്ങളും മറന്നുപോയി. ഇലാ അൻ തറകു ഇബാദത്തുല്ലാഹി തആല ബഅദ ഹീൻ. ഒരു പോയിന്റ് എത്തുമ്പോൾ അള്ളാഹുവിനെ ആരാധിക്കാത്ത ഒരു സമൂഹം പതുക്കെ വളർന്നു വന്നു തുടങ്ങിയെന്നാണ്. അള്ളാഹുവിനോടുള്ള ആരാധനയിൽ മടി കാണിക്കുന്ന, ആരാധനാ വിഷയങ്ങളിലും തൗഹീദിലുമൊക്കെ വളരെ പിന്നോക്കം പോയ ഒരു വിഭാഗം അവിടെ ഉണ്ടായി. ആ സമയത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇബ്ലീസ് കാത്തിരുന്നത്. നോക്കൂ നിങ്ങൾ, ഇബ്ലീസ് വീണ്ടും മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ചെന്നു. അവരോട് ചോദിച്ചു, ഫലമ്മാ മാതു വജാഅ അൽ-ആഖറു ദബ്ബ ഇലൈഹിം ഇബ്ലീസ്. പല ആളുകളും മരണപ്പെടുന്നു, പല മഹാന്മാരും അവർക്കിടയിൽ മരണപ്പെടുന്നു. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാത്ത ഒരവസ്ഥ വരുന്നു. ഇബ്ലീസ് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു, മാലക്കും ലാ തഅബുദൂന ശൈഅ. നിങ്ങളെന്താ ഒന്നിനെയും ആരാധിക്കാത്തത്? നിങ്ങൾക്ക് ഇബാദത്തുകളൊന്നുമില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഒന്നിനെയും ആരാധിക്കാതെ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചു. ഖാലു, അപ്പം അവർ ചോദിച്ചു, വമാ നഅബുദു. ഞങ്ങൾ എന്തിനെ ആരാധിക്കാനാണ്? കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ഒക്കെ പറ്റേ ആ സമൂഹത്തിൽ കുറഞ്ഞു. എന്തിനെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത് എന്നൊരു ചോദ്യം അവർ ചോദിച്ചു. ഇബ്ലീസ് പറഞ്ഞു, ഫഖാല ആലിഹതക്കും. നിങ്ങളുടെ ഇലാഹുകളില്ലേ, നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ ആരാധിക്കണം. വ ആലിഹത ആബായിക്കും. നിങ്ങളുടെ പിതാക്കന്മാരുടെ ഇലാഹുകളില്ലേ, അവരൊക്കെ നിങ്ങൾ മറന്നുപോയോ? അലാ തറൗന ഫീ മുസല്ലാക്കും. നിങ്ങളുടെ വീടുകളിലും അങ്ങാടികളിലും നിങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിലുമൊക്കെ നിങ്ങൾ കാണുന്ന സ്തൂപങ്ങളും രൂപങ്ങളും അതൊക്കെ നിങ്ങളുടെ ഇലാഹുകളല്ലേ? എന്തേ നിങ്ങൾ അവരെ ആരാധിക്കാത്തത്? എന്തേ അതിന് കാരണം? ഇബ്ലീസ് പറഞ്ഞു, ഇന്നമാ കാനൂ യഅ്ബുദൂനഹും. നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഈ സ്തൂപങ്ങളെയാണ് ആരാധിച്ചിരുന്നത്, ഈ ആളുകളെയാണ് ആരാധിച്ചിരുന്നത്. വബിഹിം യുസ്ഖൗനൽ മത്ർ. അവരെ കൊണ്ടാണ് മഴയെ തേടിയിരുന്നത്. വരൾച്ച ഉണ്ടായ സമയത്ത് ഇവരെ കൊണ്ടാണ് മഴയെ തേടിയിരുന്നത്, അവരെയാണ് ആരാധിച്ചിരുന്നത്. ഫഅബദൂഹാ മിൻ ദൂനില്ലാ. ആളുകൾ അത് കേട്ടു. പതുക്കെ ഇങ്ങനെ ചരിത്രം ഇങ്ങനെ നോക്കിയപ്പോൾ വലിയ മഹാന്മാരാണ്, അവരെ കൊണ്ടാണ്. അവരുടെ വിഗ്രഹങ്ങളൊക്കെ എത്രയോ കാലങ്ങളായി, അവരുടെ രൂപങ്ങളൊക്കെ എത്രയോ കാലങ്ങളായി നമ്മുടെ ഇടയിലുണ്ട് എന്ന ചിന്ത അവരിൽ വന്നു. അള്ളാഹുവിന് പുറമെ ആ വിഗ്രഹങ്ങളെ അവർ ആരാധിച്ചു തുടങ്ങിയെന്നാണ്. ഫകാന അവ്വല മാ ഉബിദ മിൻ ഗൈരില്ലാഹ്. അള്ളാഹുവിന് പുറമെ ഒന്നാമതായിക്കൊണ്ട് ഇബാദത്ത് ചെയ്യപ്പെട്ടത് അസ്സനമുല്ലദീ സമ്മൗഹു വദ്ദൻ. ഒന്നാമതായിക്കൊണ്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന വദ് എന്ന ആ ഒരു വ്യക്തി സ്വാലിഹായ ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയെയാണ്, ആ വ്യക്തിയുടെ വിഗ്രഹത്തിൻ്റെ മുന്നിലാണ് ആരാധനകൾ ഇവർ അർപ്പിച്ചു തുടങ്ങിയത് എന്നാണ്. നോക്കൂ, ഈ ചരിത്രം യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നിലവിലെ ആദ്യത്തെ ഒരു തലമുറയിൽ ഇബ്ലീസ് ഒരിക്കലും അവരോട് ശിർക്ക് ചെയ്യാനോ നിങ്ങൾ പോയി അള്ളാഹുവിന് പുറമെയുള്ള വിഗ്രഹങ്ങളെ ഉണ്ടാക്കൂ, അതിനെ ആരാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നേർക്ക് നേരെ ചെന്നുകൊണ്ടല്ല
ആ സമൂഹത്തിനെ വഴികേടിലാക്കിയത്. ഇബ്ലീസ് തലമുറകളോളം വെയിറ്റ് ചെയ്തിരുന്നു. ഇബ്ലീസ് ഒരു ചാൻസ് കാണാൻ. എന്താണ് ആ ചാൻസ്? ആ അവസരം എന്തായിരുന്നു? ഒരാൾ മരണപ്പെട്ടപ്പോൾ വല്ലാതെ അവർ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ആ പ്രയാസത്തിൻ്റെ അവസരത്തിൽ, ആ ദുർബലതയുടെ ഘട്ടത്തിൽ പിശാച് അവിടെ ഒരു അവസരത്തെ മുതലാക്കിയെടുത്തു. ഇവിടെ ഒരു ചിത്രം, സാരമായ ഒരു ചിത്രത്തിൽ നിന്ന്, ഒരു വ്യക്തിയുടെ ചിത്രത്തിൽ നിന്നാണ് ഇബ്ലീസ് വലിയ ഒരു ജനവിഭാഗത്തെ, ഇസ്ലാമിലായിരുന്ന, തൗഹീദിലായിരുന്ന വലിയ ഒരു ജനവിഭാഗത്തെ ഷിർക്കിലേക്ക് എത്തിച്ചത് നിസ്സാരമായ ഒരു ചിത്രം കൊണ്ടാണ്. എന്നാൽ ആ ചിത്രം വന്നതോ അതെന്തിനു വേണ്ടിയാ? ആ ചിത്രത്തെ നിങ്ങൾ ആരാധിക്കൂ, ആ ചിത്രത്തിൻ്റെ മുന്നിൽ പോയി നിങ്ങൾ സുജൂദ് ചെയ്യൂ, ആ ചിത്രത്തിൻ്റെ മുന്നിൽ നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണോ? അല്ല. അവരെ കാണുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, അവരെ കാണുമ്പോൾ നിങ്ങൾ ഇബാദത്തിന് മുന്നേറണം എന്ന അർത്ഥത്തിലാണ്. ആ ഒരു തലമുറയെ പിശാച് ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഓരോ തലമുറകൾ കഴിയും തോറും അവരിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇബ്ലീസ് കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ വീക്ഷണത്തിലൂടെ ഇബ്ലീസിന് മനസ്സിലായി. നോക്കൂ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമയത്ത് ഇബ്ലീസും അള്ളാഹു സുബ്ഹാനഹു വ തആലയും തമ്മിൽ നടക്കുന്ന ആ ഒരു സംഭാഷണം, അവിടെ ഇബ്ലീസ് അള്ളാഹുവിനോട് വെല്ലുവിളിക്കുന്നുണ്ട്. എന്താണ്? വലാ തജിദു അക്സറഹും ഷാകിരീൻ എന്നാണ്. അധികം ആളുകളെയും നന്ദിയുള്ളവരായി റബ്ബേ നീ കാണുകയില്ല എന്നാണ്. ഇബ്ലീസ് അതിനെ ആകെ ഒരൊറ്റൊരാളല്ലേ കണ്ടിട്ടുള്ളൂ. ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വാ ബീബിയെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ആ ഒരു സമയത്ത് തന്നെ ഇബ്ലീസ് പഠിക്കാൻ, ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പഠിച്ച് മനസ്സിലാക്കാണ് സ്വഭാവം എന്താണ്, വീക്ക്നെസ്, പോരായ്മകൾ എവിടെയാണ്, കുറവുകൾ എവിടെയാണ്, എന്തൊക്കെയാണ് സ്വഭാവം എന്താണ്, ഇതൊക്കെ കൃത്യമായി പഠിച്ചിട്ട് അവരൊറ്റ ആദം നബി അലൈഹി സ്വലാമയിൽ നിന്നും ഹവ്വാ ബീബിയിൽ നിന്നും ഇബ്ലീസ് മനസ്സിലാക്കി. ഇബ്ലീസ് അള്ളാഹിനോട് പറഞ്ഞു, വലാ തജിദു അക്സറഹും ഷാകിരീൻ, ഇതിൻ്റെ പിന്നാലെ വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെ, ഇതിൻ്റെ ബാക്കിയായി വരാനിരിക്കുന്ന ആദം സന്തതികളിൽ വലാ തജിദു കാണൂല റബ്ബേ അക്സറഹും ഷാകിരീൻ, അധികം ആളുകളെ നന്ദിയുള്ളവരായി കാണൂല എന്നാണ്. ഇബ്ലീസ് കൃത്യമായി പഠിക്കുന്നവരാണ്. ആളുകളെ പഠിക്കും, തലമുറകളെ പഠിക്കും. ഒരു തലമുറയിൽ കൊളുത്തിവെച്ച ഒരു തീനാളം, ചെറിയ ഒരു തീപ്പൊരി 10 തലമുറ കഴിയുമ്പോൾ ഷിർക്കിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പിശാച് വെയിറ്റ് ചെയ്യും. അതാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിലേക്ക് വന്ന ഷിർക്കിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നു. ഇബ്ലീസ് ക്ഷമയോടുകൂടി കാത്തിരിക്കും. ആദ്യം നമ്മളെ ചെറിയ ചെറിയ തിന്മകൾ, നിസ്സാരമായ വിഷയങ്ങളല്ലേ, അതൊക്കെ ഇത്ര പരിഗണിക്കാൻ മാത്രമുണ്ടോ? അതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ? അതൊക്കെ അതിൻ്റെ ഒരു വഴിക്ക് വിട്ടാൽ പോരെ. നമ്മൾ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ അതൊക്കെ നോക്കി നമുക്ക് ജീവിക്കാൻ കഴിയുമോ എന്നുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലിട്ട് തന്നുകൊണ്ട്, ബാങ്കും പലിശയൊന്നുമില്ലാതെ ഇപ്പോൾ ഒരു ലോൺ എടുക്കാതൊക്കെ എങ്ങനെ നമുക്ക് വീട് വെക്കാൻ സാധിക്കും? ചിന്തകളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ട് തരുന്ന ചിന്തകളാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. ആ തന്ത്രത്തിലൂടെയാണ് പിശാച് ആളുകളെ തെറ്റിലേക്ക് നയിക്കുന്നത്. ഒരിക്കലും ആദ്യം തന്നെ വന്ന് സമൂഹമേ നിങ്ങൾ പലിശയിൽ ഏർപ്പെടൂ, നിങ്ങൾ വ്യഭിചരിക്കൂ, നിങ്ങൾ ശിർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല ഒരിക്കലും പിശാച് വരിക. നിസ്സാരമായ വിഷയങ്ങളിൽ, നമ്മൾ നല്ലതാണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ പോലും, ഹലാലായ കാര്യങ്ങളിൽ പോലും അതിര് കവിയാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് പിശാച് നമ്മളെ ഹറാമിലേക്ക് എത്തിക്കുന്നതാണ്. ഇമാം ഹസ്സനുൽ ബസ്രി റഹ്മഹുല്ലാ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കൗലുണ്ട്, ധാരാളം ഇമാമിയങ്ങൾ രേഖപ്പെടുത്ത ഒരു കൗലാണ്. മാ സാലത് തഖ്വ ബിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ ഒരു ക്വാളിറ്റി പറയാണ്, തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ആളുകളുടെ ഒരു ക്വാളിറ്റി പറയാണ്. തറകു കസീറൻ മിനൽ ഹലാൽ, അവർ ഹലാലായ കാര്യങ്ങളിൽ നിന്ന് തന്നെ അധികം കാര്യങ്ങളും അവർ ഒഴിവാക്കി കളയുന്നതാണ്. ഹലാലിൽ നിന്ന് തന്നെ പലതും ഒഴിവാക്കി കളയും. മഖാഫത്തുൽ ഹറാം, ഹറാമിനെ പേടിച്ചുകൊണ്ടുതാണ്. ഹലാലാണ്, അനുവദനീയമായ വിഷയമാണ്. പക്ഷെ ആ അനുവദനീയമായ വിഷയത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, അതിലേക്ക് കൂടുതലായി ഇറങ്ങിക്കഴിയുമ്പോൾ അതിൽ അതിര് കവിയുന്നൊരവസ്ഥ ഉണ്ടാവും. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല, പിശാച് അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഒരാൾ മരണപ്പെടുമ്പോൾ, ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സങ്കടം ഉണ്ടാവും. നല്ലൊരു വ്യക്തിയാണെങ്കിലോ, നല്ലൊരു ഉബാദാണെങ്കിലോ, അല്ലാഹുവിനെ ധാരാളമായി കൊണ്ട് സ്മരിക്കുന്ന ഒരു സ്വാലിഹായ ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി, പ്രയാസമുണ്ടായി മനസ്സിന്. പക്ഷെ ആ അവസരം മുതലെടുത്തുകൊണ്ട്, ആ ഹലാലായ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് പിശാച് അവരിലേക്ക് കൊണ്ടുവന്ന തന്ത്രങ്ങൾ എന്തിനു വേണ്ടിയാ? നന്മയിൽ തന്നെ നിൽക്കാനുള്ള തന്ത്രങ്ങളാണ്. പക്ഷേ അള്ളാഹു വിരോധിച്ച ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ നിസ്സാരമായി കാണും. പക്ഷേ വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി വലിയ ഒരു തെറ്റ് മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റിനെ സൂക്ഷിക്കുന്ന, തെറ്റിലേക്കുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടക്കുന്ന മുഅ്മിനീങ്ങളായ തഖ്വയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. തെറ്റുകൾ അത് ജീവിതത്തിൻ്റെ ഭാഗമാകാൻ പിശാചി എത്രത്തോളം കാലം, വർഷങ്ങളോളം, ഒരുപക്ഷെ തലമുറകളോളം ഹലാലിൽ തന്നെ ആളുകളെ അതിര് കവിയിക്കുന്ന വിഷയത്തിൽ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവരെ പിന്നീട് ഹറാമിലേക്ക് തള്ളി നീക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കും എന്നതാണ് യഥാർത്ഥത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള തലമുറകളിൽപ്പെട്ട ആളുകളെ ഇബ്ലീസ് ശിർക്കിലേക്ക് കൊണ്ടെത്തിച്ച ഒരു രൂപം, ഒരു മെത്തേഡ് നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇവിടെ തഫ്സീറുകളിൽ പരാമർശിച്ച പ്രസക്തമായൊരു ഭാഗമാണ് വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഏതാനും തലമുറകൾ കഴിഞ്ഞപ്പോൾ പിശാച് അവരുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളെന്തേ ഒന്നിനെയും ആരാധിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ എന്തിനെയാണ് ആരാധിക്കേണ്ടത്? ആ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗം പ്രസക്തമാകുന്നത്. അവർ മറന്നു, അവരിൽ നിന്ന് ഇൽമ് നീക്കപ്പെട്ടു. പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളെയും നിസ്സാരമാക്കി കാണുന്നത് എന്തുകൊണ്ടാണ്? അതിനെ സംബന്ധിച്ചുള്ള ഗൗരവമായ അറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബറിൻ്റെ മേൽ ഇരിക്കരുത്, അവിടെ ഇരുന്ന് ഖുർആൻ ഓതരുത്, അവിടെ നമസ്കരിക്കരുത്. എന്തേ അതൊക്കെ പറയാൻ കാരണം? അതിൻ്റെ ഒക്കെ പിന്നിൽ വലിയ ഹിക്മത്തുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമിതമായി ഒരാളെ പുകഴ്ത്തുന്നത് കണ്ടാൽ അവൻ്റെ വായിൽ നിങ്ങൾ മണ്ണ് വാരി എറിയണമെന്ന്. ഒരാൾ നന്മ ചെയ്തു, ഒരു നല്ല കാര്യം ചെയ്തു, നല്ല ഇബാദത്തുകൾ ചെയ്യുന്നു, സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ളൊരു വ്യക്തി, ആളുകളെ വല്ലാതെ നന്നായി സ്വാധീനിക്കുന്നു നന്മയുടെ വിഷയത്തിൽ, അമിതമായി പുകഴ്ത്തരുത്. അമിതമായി പുകഴ്ത്തുന്നവരെ കണ്ടാൽ ആ പുകഴ്ത്തുന്നവൻ്റെ വായുകൾ മണ്ണ് വാരിയിടണമെന്ന്. എന്തേ കാരണം? ഈ അമിതമായ പുകഴ്ത്തലുകളാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല അനാചാരങ്ങളും, ശിർക്കിൻ്റെ പല വിഷയങ്ങളും, ഇതൊന്നും തുടങ്ങിയത് ശിർക്കിലല്ല. അമിതമായ പുകഴ്ത്തലുകളിലും അമിതമായ മദ്ഹ് പറയലുകളിലും അമിതമായ വാഴ്ത്തിപ്പറയലുകളിലും ഇല്ലാത്ത കഥകൾ ആളുകളുടെ പേൽ, മഹാന്മാരുടെ മേൽ കെട്ടിച്ചമച്ചുകൊണ്ട് കിതാബുകൾ എഴുതി അത് ആളുകൾ ഇങ്ങനെ വായിച്ച് തലമുറകൾ കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ അവരെ പടച്ചോനാക്കുന്ന അവസ്ഥകൾ അത് ഉണ്ടായതൊരു ദിവസം കൊണ്ടല്ല. ഇന്ന് വലിയ വലിയ സംരംഭങ്ങൾ, ശിർക്കിൻ്റെ വലിയ സദസ്സുകൾ ഉണ്ടായത് ഇതുപോലൊരു സദസ്സിൽ തന്നെ തുടങ്ങിയല്ല. കേവലമായ അമിതമായ അതിരുകവിയലുകളിലാണ്, അനുവദനീയമായ അതിരുകവിയൽ. സ്വാലിഹായ ഒരു മനുഷ്യനെ പറ്റി നല്ലത് പറയൽ ഖൈറാൻ, മദ്ഹ് പറയൽ ഖൈറാൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹ് പറയുന്നതിന് നമുക്കെന്താ വിഷമെന്താ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരു മണിക്കൂർ നിന്ന് നല്ലത് പറയുന്നത് നമുക്കെന്താ അതിന് പ്രശ്നം? പക്ഷെ അതിരുകവിയുന്ന അവസ്ഥകൾ ഉണ്ടാകും. നമ്മുടെ കൂട്ടത്തിലുള്ള സ്വാലിഹീങ്ങളെ അമിതമായുള്ള ബഹുമാനങ്ങൾ, ആലിമീങ്ങളെ അതിര് കവിഞ്ഞുകൊണ്ട് പ്രശംസിച്ച് അവരെ വല്ലാത്ത അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ട് ഇരുത്തി, ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഒന്നുകൂടെ ഉയർത്തി, ഒരു തലമുറ കഴിയുമ്പോൾ അവരെ ഔലിയാക്കന്മാരായി പ്രഖ്യാപിച്ച്, ഒരു 2 തലമുറ കഴിയുമ്പോൾ അവരൊക്കെ പടച്ചോനാണ് എന്ന നിലക്കുള്ള സംസാരങ്ങളും ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മയുടെ വാതിലുകൾ പരമാവധി കൊട്ടിയടക്കാൻ, ജീവിതത്തിന് പരമാവധി സൂക്ഷ്മത പാലിക്കാൻ, ഒരു ഹറാമിലേക്കുള്ള വഴി ഉണ്ടാവാൻ സാധ്യത ആ വിഷയത്തിലുണ്ട് എങ്കിൽ അത് ഇന്നേ കൊട്ടിയടക്കുന്ന, അത് ഇന്നേ പറ്റൂല, ഒരു നോ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഒരു കോംപ്രമൈസ്, അത് കുഴപ്പമില്ല, ഒന്നും വലിയ കാര്യമാക്കേണ്ടതില്ല എന്നുള്ള നിസ്സാരമായൊരു സംസാരം, അതും മതി. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി ആ തിന്മ മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ചെറിയ തിന്മകൾ, രഹസ്യത്തിലുള്ള തിന്മകൾ, പരസ്യത്തിലുള്ള തിന്മകൾ, എല്ലാത്തിനെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ കാരണവന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന
وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا ربنا لا تزغ قلوبنا بعد إذ هديتنا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. وأقم الصلاة.